ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ ചിക്കൻ റോസ്റ്റുമായിട്ടാണ്. 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 4 സബോള, ചെറിയ സബോള ആയതുകൊണ്ട് 4 സബോള എടുത്തു. ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, ഇതൊരു 1.5 സബോള വറുത്ത് വെച്ചിട്ടുള്ളതാണ്, കറിവേപ്പില, മല്ലിയില, കുത്തിപ്പൊടിച്ച മുളക് പൊടി. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തുടങ്ങാം. ചട്ടി വെച്ചു, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. പച്ചമണം പോയി വന്നിട്ടുണ്ട്. ഇനി സബോള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. സബോള നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ലോണം മൂത്ത് വരണം. നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഒന്ന് ഇളക്കി അതിൽ പിടിച്ച് വരട്ടാണ്. സബോളയിലെല്ലാം പിടിച്ച് വരട്ടാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിലൊന്ന് നന്നായി പരട്ടണ വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ വറുത്ത് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി നമ്മൾക്ക് കുത്തി പൊടിച്ച മുളക് അത് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ അല്പം മല്ലിയില ഇടാം. കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എരിവും നല്ല രുചിയുള്ള ചിക്കൻ കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക.